ഹലോ ഗൈസ്, ഇന്ന് ജനുവരി 23. ഇന്നത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെയായിരിക്കാം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമുക്ക് നോക്കാം. അപ്പം ഇന്ന് നമുക്കറിയാം മാർക്കറ്റ് ജനുവരി 21-ന് 23,000 എന്ന് പറഞ്ഞ നിഫ്റ്റിയുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തതിനു ശേഷം അതിന് മുകളിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇന്നലെ, അതായത് ജനുവരി 22-ന് ആ ഒരു ക്ലോസിന് മുകളിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം കുറെ നേരം ഒരു 11:30 വരെ ആ ഒരു PDCക്ക് മുകളിൽ ഒരു ടൈറ്റ് റേഞ്ചിൽ മാർക്കറ്റ് കളിക്കുമായിരുന്നു. അതുകൂടാതെ തന്നെ 21-ാം തീയതി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഒരു സ്ട്രോങ് സപ്പോർട്ട് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തത്. അതിനുശേഷം 23,000 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്തു. അതിനുശേഷം ക്ലോസ് ചെയ്തപ്പോഴത്തേനും 23,000-ന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ കാര്യം തന്നെയാണ് ജനുവരി 22-ാം തീയതി ബുധനാഴ്ച സംഭവിച്ചത്. മാർക്കറ്റ് ആ ഒരു റെസിസ്റ്റൻസിന് താഴെയാണ് ഓപ്പൺ ചെയ്തത്. ഒരു മോർണിംഗ് ഒരു 2 മണിക്കൂറോളം ആ ഒരു റെസിസ്റ്റൻസ് താഴെ തന്നെ മാർക്കറ്റ് ഒരു നാരോ റേഞ്ചിൽ കിടന്ന് കളിച്ചു. അതിനുശേഷം അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോയെങ്കിലും 21-ന് ക്രിയേറ്റ് ചെയ്ത ആ ലോയിൽ കൃത്യം സപ്പോർട്ട് എടുത്തു. അതിനുശേഷം എൻഡ് ഓഫ് ദി ഡേയിൽ ഒരു ഷാർപ്പ് അപ്പ് മൂവ്, ഒരു ബൗൺസോട് കൂടി ഇന്നലത്തെ ഓപ്പണിങ്ങിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അതായത് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലൊന്നും ഒരിക്കലും വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ നിഫ്റ്റിക്ക്, അതായത് 21-ാം തീയതി ജനുവരി ഓപ്പണിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ജനുവരി 20-ാം തീയതി മാത്രം ഒരു ദിവസം മാത്രം ഓപ്പൺ ചെയ്ത ക്യാൻഡലിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു. അതിന് മുന്നേയുള്ള ദിവസങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് ഒരു ദിവസങ്ങളിൽ പോലും ഓപ്പൺ ചെയ്ത ക്യാൻഡലിന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെയും ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത ക്യാൻഡൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു മാർക്കറ്റിന്റെ ഒരു മോഡിലോട്ട് പോകുമെന്ന് നമുക്കൊരു സൂചന തരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ക്യാൻഡലിന്റെ ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്തു. അതുകൂടാതെ തന്നെ 21-ാം തീയതി ബ്രേക്ക് ചെയ്ത ഈ ഒരു ക്രിട്ടിക്കൽ സപ്പോർട്ടിന് മുകളിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാല് ഈ ഒരു ലോ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് 2 ദിവസം, അതായത് ജനുവരി 21-ാം തീയതി ജനുവരി 22-ാം തീയതി ലോ എക്സാക്ട്ലി സെയിം ആണ്. അതായത് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ അത് പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് തരുന്ന ഒരു ഹിഡൻ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഈ PDXന് മുകളിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും PDXന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിഫ്റ്റിക്ക് ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, നിഫ്റ്റി മുകളിലോട്ട് പോയെങ്കിലും നിങ്ങൾ ഈ ഒരു ലെവലുകൾ, അതായത് ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആണ്. അതിന് മുകളിൽ വീണ്ടും ഒരു ഹെവി സെല്ലിങ് നടന്ന ഒരു ലെവലുണ്ട്, ഈ ലെവല്. അപ്പം നിഫ്റ്റി ഇവിടുന്ന് ഇവിടെ PDXന് മുകളിൽ ഓപ്പൺ ചെയ്ത് ഇപ്പം ഓപ്പൺ ചെയ്യുന്ന ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിൽ ആണ്. ആ റെഡ് ക്യാൻഡിലിന്റെ ലോ PDXൽ സപ്പോർട്ട് എടുത്തിട്ട് ഈ PDX ബ്രേക്ക് ചെയ്യാതെ ഇവിടെ ഒരു 15 മിനിറ്റ് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുത്ത് നിൽക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്പ് മൂവ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇവിടുന്ന് നിങ്ങളൊരു കോൾ ഓപ്ഷൻ നിങ്ങൾ മേടിച്ചെങ്കിൽ പോലും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 23,263 ഈ ഒരു ലെവലായിരിക്കണം. അതായത് ഏകദേശം നമ്മുടെ നിഫ്റ്റിയുടെ പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 105 പോയിന്റ് ഡിഫറൻസ് ആണുള്ളത്. ഈ ലെവലും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ഫർദർ ഈ ഒരു ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു 132 പോയിന്റ് കൂടെ. പക്ഷെ എന്നാലും പോലും നിങ്ങൾ ഈ ഒരു PDXന് മുകളിൽ നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിക്കുവാണെങ്കിൽ ഈ ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേനും, അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കണം. അവിടെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ലോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർഷ്യൽ ക്വാണ്ടിറ്റി ഇവിടെ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് മാറണം. അതിനുശേഷം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മാത്രമേ ഈ ഒരു സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഒരു സിംഗിൾ ലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കോൾ ഓപ്ഷൻ മേടിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ടാർഗറ്റ് നമ്മൾ കവർ ചെയ്യണം.
അല്ലെങ്കിൽ സ്വാഭാവികം, അല്ലെങ്കിൽ മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞാൽ ഇതൊരു ടഫ് റെസിസ്റ്റൻസ്, കാരണം നിങ്ങൾ നോക്കിയാൽ പറ്റും മനസ്സിലാവും. അതായത് ഇവിടെ നിന്ന് ഒരു സിവിയർ ആയിട്ടുള്ള ഫോള് വന്ന ലെവലാണ് എപ്പോഴും. അതുകൊണ്ട് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനത്തെ സിവിയർ ആയിട്ടുള്ള ഫോള് വന്ന ലെവലുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും അപ്രോച്ച് ചെയ്യുമ്പോഴത്തേനും അവിടെ ഒരു വീണ്ടും റെസിസ്റ്റൻസ് വന്നിട്ട് വീണ്ടും പി ഡി എച്ചിലോട്ട് വന്ന് റീടെസ്റ്റ് നടത്തിയിട്ട് ചിലപ്പം അതിന് മുകളിലോട്ട് പിന്നീട് പോകാൻ പറ്റുള്ളൂ. അപ്പം നോർമലി മാർക്കറ്റ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ നമുക്കറിയത്തില്ല, മാർക്കറ്റ് അതുപോലെ ബുള്ളിഷ് ആണെങ്കിൽ ചിലപ്പോൾ ഈ റെസിസ്റ്റൻസുകളൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മേലോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആണ് നിങ്ങളുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ഇനി അടുത്തൊരു സിനാറിയോ നമുക്ക് നോക്കാം. അതായത് ഇന്നിപ്പോ നിഫ്റ്റി ഈ പി ഡി എച്ചിന് താഴെയാണ് ഒരു റെഡ് ക്യാൻഡിലോട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പി ഡി എച്ചിന് താഴെ, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇന്നലെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് റെസിസ്റ്റൻസ് ആയി, അതിനുശേഷം വീണ്ടും ആ സപ്പോർട്ട് വീണ്ടും തിരിച്ചു പിടിച്ച ഒരു ലെവലാണ് ഈ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നിഫ്റ്റി ഇന്നിപ്പോ പി ഡി എച്ചിന് മുകളിലും പി ഡി എച്ചിന് തൊട്ട് താഴെയായിട്ടും ഈ ഒരു റേഞ്ചിനകത്താണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ പി ഡി എച്ചിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ സിഗ്നൽ ആണ്. അതേസമയം നമ്മൾ ഈ പി ഡി എച്ചിന് തൊട്ട് താഴെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഈ ഒരു ലെവൽ വീണ്ടും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഈ പി ഡി എൽ വരെ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ പി ഡി എൽ വരുമ്പോഴത്തേനും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം നമുക്കറിയാം പ്രീവിയസ് 2 ഡേയ്സ് സെയിം ലോ തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു സ്ട്രോങ് ലോ ആണ്. നിഫ്റ്റി നമുക്കൊരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പി ഡി എച്ചിന് താഴെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിംഗ്ലോ, ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സിംഗ്ലോ കൂടെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇവിടെയൊന്നും സപ്പോർട്ടില്ല. പിന്നെ ആകെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് പി ഡി എൽ ആണ്. അപ്പൊ അതുകൊണ്ട് പി ഡി എച്ചിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളൊരു കോൾ ഓപ്ഷൻ നിങ്ങൾ മേടിക്കരുത്. ഒരു 15 മിനിറ്റ് എങ്കിലും ഈ ഒരു റെസിസ്റ്റൻസ് ടേൺഡ് സപ്പോർട്ട് ലെവല്, അതായത് ഈ ഒരു ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് എങ്കിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ട് പി ഡി എച്ച് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളൊരു കോൾ ഓപ്ഷൻ മേടിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ ഇവിടെ മേടിക്കുകയാണെങ്കിൽ ഒരു പി ഡി എൽ ആയിരിക്കും നിങ്ങൾ ഇമ്മീഡിയറ്റ് ടാർജറ്റ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു ലെവല് ഇന്നിപ്പോ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ വേറെ ഒരു വേസ്റ്റ് സിനാരിയോയില് ഇന്ന് മാർക്കറ്റ് അങ്ങനെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിട്ട് ഈ പി ഡി എല്ലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഉറപ്പിച്ചു, അതായത് ഇത് വീണ്ടും നിഫ്റ്റി ഒരു ഭയങ്കര ഒരു ബിയറിഷ് മോഡിലോട്ട് പോകും. ഇന്ന് എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മാർക്കറ്റ് ഇതിന് പി ഡി എല്ലിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതൊരു ഹ്യൂജ് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം എക്സ്പയറി ഡേ മിക്കവാറും ഇന്നൊരു ട്രെൻഡിങ് ഡേ പ്രതീക്ഷിക്കാനായിട്ട് വലിയ സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്നാലും അതായത് നിഫ്റ്റി മുകളിലോട്ട് പോയാലും കോൾ ഓപ്ഷൻ ബയേഴ്സ് ട്രാപ്പിലാകാനുള്ള ലെവലുകൾ മേളിൽ ഇന്നിപ്പം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ ബയേഴ്സ് ഒരു സ്കാൽപ്പിംഗ് മോഡൽ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ ഒരു റീസണബിൾ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, താങ്ക് യു ഗൈസ്.